നമസ്കാരം. ഫാർമ ന്യൂസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫാർമസിസ്റ്റുകളുടെ നേരെ ചൂണ്ടുന്ന വിരൽ, അതിൻ്റെ സത്യാവസ്ഥ ആ വിരൽ ഒളിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു. ഈ അടുത്ത കാലത്തായി നവമാധ്യമങ്ങളിലൂടെ കുറേ ആൾക്കാർ കുറേ അസത്യങ്ങൾ പടച്ചുവിട്ടിട്ടുണ്ട്. അതായത് ഒന്ന്, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ ഫാർമസിസ്റ്റുകളുടെ ഡാറ്റാസ് കംപ്ലീറ്റ് നശിച്ചു. ആ ഡാറ്റ മൊത്തം പുറത്തുപോയി. ഇപ്പോൾ ഡാറ്റാസ് ഇല്ല, പകരം നിങ്ങൾ ഓരോരുത്തർക്കും ഡീറ്റെയിലുകൾ ഒന്നേന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു സംഘടന തന്നെ, കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ചില ആൾക്കാർ ഒരു അസത്യം പടച്ചുണ്ടാക്കി. അത് നവമാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KP സണ്ണി നവമാധ്യമങ്ങളിലൂടെ അത് അസത്യമാണെന്നും എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടോളൂ അദ്ദേഹത്തിൻ്റെ വോയിസ്. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ നിന്ന് നമ്മുടെ ഫാർമസിസ്റ്റുകളുടെ അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പഴയത് നമ്മൾ കൊടുത്തതിൽ ആധാർ നമ്പർ ഇല്ല, ചിലതിൽ കോളേജിൻ്റെ പേരില്ല, ചിലതിൽ യൂണിവേഴ്സിറ്റിയുടെ പേരില്ല, അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. ചിലവരുടെ മെയിൽ ID ചേഞ്ച് ആയത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫാർമസി കൗൺസിലിൻ്റെ സർവീസ് നമ്പറിൽ നിന്ന് എല്ലാ ഫാർമസിസ്റ്റുകളെയും വിളിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വിവരം കിട്ടിയതിൽ ഏകദേശം 53,000-ലധികം പേരുടെ ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കൗൺസിലിൽ നിന്ന് ആണെന്ന് പറഞ്ഞ് വിളിക്കും. അതിൽ ആധാർ നമ്പർ, നമ്മുടെ കോളേജിന്റെ വിവരം, യൂണിവേഴ്സിറ്റി, മെയിൽ ID, ഇത്രയും, അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യവും. ഇത് യാഥാർത്ഥ്യമായി നിൽക്കെ തന്നെ അതേ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അസത്യവിരുദ്ധമായ കുറച്ച് പ്രസ്താവനകൾ അവരുടെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ വശമുഖരാകരുത്, അല്ലെങ്കിൽ അതിലൊന്നും നിങ്ങൾ വഞ്ചിതരാകരുത്. യാഥാർത്ഥ്യം ഇതാണ്. ചില ആൾക്കാരെ കരിവാരി തേക്കുവാൻ വേണ്ടി, അതായത് ഫാർമസി കൗൺസിലിലെ ചില ആൾക്കാരുടെ നേരെ വിരൽ ചൂണ്ടി അവരെ കരിവാരി തേക്കുവാൻ വേണ്ടി ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ 3, 4, 5 പേരാണ്, 2 പേരെ ആയാലും കൂട്ടമായി ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി അടുത്ത ഒരു പ്രോഗ്രാമുമായി വീണ്ടും വരും വരെ വണക്കം. സൈൻ ഓഫ്.